അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഈയിടെ ആരിഫ് എന്ന് പറയുന്നൊരു വ്യക്തി ഇപ്പോൾ റഹ്മത്തുള്ള കാസിമി പറഞ്ഞ ഒരു വാചകം എടുത്തുകൊണ്ട് അതിനെ വിമർശിച്ച് അതിനെ ട്രോളിക്കൊണ്ടുള്ള ഒരു പറച്ചിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സുഡാനിൽ കുറേ ആളുകൾ മരിക്കുന്നു, അതിനെതിരെ പ്രക്ഷോഭം നടത്താൻ നമ്മൾക്ക് സാധിക്കുന്നില്ല, അത് നമ്മളെ ആളുകൾ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ തമ്മിലാണ് എന്നതുകൊണ്ടാണ് എന്ന് എന്ത് ചെയ്യുന്നു, റഹ്മത്തുള്ള ഖാസിമി ഒരു പ്രസംഗത്തിലൂടെ പറഞ്ഞതിനെ ഇങ്ങനെ പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഈ ആരിഫ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഒരു കോട്ടിമാട്ടിക്കൊണ്ടൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്, ദീനിൻ്റെ കാര്യം ദീനിൻ്റെ ആലിമീങ്ങൾ പറയും, അതിന് ആരിഫ് എന്ന് പറയുന്ന യുക്തിവാദിക്ക് ഇതിലെന്താ റോളെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. യുക്തിവാദികൾക്ക് എന്ത് റോളാണ് ഇസ്ലാമിനെ പറ്റി പറയാനുള്ളത്? അവർക്ക് ഒരു മതമില്ലല്ലോ, അവർക്ക് ആരും പേടിക്കേണ്ടതില്ല, അവർക്ക് യുക്തിവാദമാണ് അവരെ വാദം. ഇസ്ലാമിക വാദമാണ് മുസ്ലിമീങ്ങളുടേത്. എന്നപോലെ ഹിന്ദുക്കളുടേത്, ക്രിസ്ത്യാനികളുടേത്, ഇതൊക്കെ അവരെ മതത്തിനെ പറ്റിയുള്ള ദൈവികമായിട്ടുള്ള വാദമാണത്. ഈ ദൈവികമായിട്ടുള്ള വാദത്തിലേക്ക് എന്തിനാണ് ഇടങ്ങാറായിക്കണ്ട് ഇത്തരം ജാഹിലീങ്ങൾ കയറി വരുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്നും അറിയാത്ത വിഡ്ഢികളാണ് അവർ. എന്താണെന്ന് വെച്ചാൽ, അവരെ യുക്തിക്കനുസരിച്ച് ഇവിടെ എന്തെങ്കിലും പറഞ്ഞു വിട്ടാൽ ജനങ്ങൾ എന്ത് ചെയ്യാണ്, ഇതൊക്കെ സ്വീകരിക്കും എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷേ അവരംഗീകരിക്കുന്ന ആൾക്കാർ ഇത്തരം ആളുകൾ മുസ്ലിമീങ്ങളെ വേട്ടയാടുന്നതിലും എന്നപോലെ ഇസ്ലാമിനെ കുറ്റം പറയുന്നതിലും പഠിച്ച ആലിമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പഠിച്ച ആളാണെന്നൊക്കെ പറഞ്ഞ് എന്ത് പഠിത്തം? ഇവിടെ ഇസ്ലാമിനെ പറ്റി പറയാൻ ഇസ്ലാമിനെ പറ്റി പഠിച്ച ആളുകൾ തന്നെ ഉണ്ട്. അപ്പോൾ അതിന് ഈ ഇങ്ങനത്തെ ജാഹിലീങ്ങൾ, യുക്തിവാദികൾ, ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ആൾക്കാർ മതത്തിനെ ചൊറിയാൻ വേണ്ടി വന്നാൽ അതിന് മറുപടി കൊടുക്കുന്നതിന് പകരം എല്ലാവരും അവരെ വളരെ മോശമായിട്ട് നിസ്സാരമാക്കിക്കൊണ്ട് അവരുടെ വാക്ക് അതുപോലെ തന്നെ വിലയിരുത്തണം. ഇവിടെ ഒരു മുസ്ലിമീങ്ങളെ മാത്രമല്ല അവരിവിടെ പിടികൂടുന്നത്, എല്ലാ മതത്തിനെയാണ് അവർ. എത്ര മറ്റ് ഇതര മതസ്ഥയിൽപ്പെട്ട ആൾക്കാരെ അവർ യുക്തിവാദത്തിലേക്ക് കൊണ്ടുപോയിന്നോ? വെറും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ്ട് ഇപ്പോൾ ചെറുപ്പക്കാർക്ക് വലിയ ബുദ്ധി, അങ്ങനത്തെ ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ലാത്ത ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ കളവ് പറഞ്ഞുകൊണ്ട് പല മോഹന വാഗ്ദാനങ്ങളും ചെയ്ത് കൊണ്ടുപോയിട്ട് കൊടുക്കുക ചെയ്യണത്. പിന്നെ അവർ പറ്റത്താകുകയാണ്, അല്ലാതെ ഒരു രക്ഷ അവർക്കില്ല.